അടുത്ത 25-ാം തീയതി തിരിച്ചു പോകും. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സ്നേഹിതന്മാരോടും അങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സഹായിക്കണം, അവരോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഞാൻ നോക്കാം. മാധവേട്ടാ, ഞങ്ങളിപ്പോൾ മരിച്ച സമയത്ത് ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മക്കളെല്ലാവരും കൂടി വീതം വെച്ച് അതിൻ്റെ പലിശ പൈസ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അത് മാറ്റി വെച്ചതാണ്. ആ ഒരു പൈസ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെ കാര്യം നടക്കൂലേ? ഞാനത് എല്ലാവരോടും കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നാലോ? പച്ചമ്പരാനാണ് അതിൻ്റെ മുന്നിൽ എത്തിച്ചത്. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് ബേജാറിൽ എന്നിട്ട് കുട്ടി വല്ല കടുങ്കയും ചെയ്യോ, എങ്ങനെ പെരിക്ക് പോകുന്നുള്ള ബേജാറിലിരുന്നു. ഏതായാലും പച്ചമ്പരാൻ അനുഗ്രഹിക്കും. സാറില്ല നിങ്ങൾ സങ്കടപ്പെടണം, സാറില്ല. ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ വീട്ടിലേക്ക് വരണില്ല. നിങ്ങൾ നാളെ മോളിങ് കൂട്ടിയിട്ട് ആദ്യം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വരിക. വീട്ടിലേക്ക് പോയിക്കോളി, ഞാൻ പോവാണ്. ഒക്കെ ശരിയാവും, നിങ്ങൾക്ക് അറിയണ്ട കേട്ടാ. പഠിക്കാൻ മിടുക്കരായിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഉപരിപഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്ന അനേകം വിദ്യാർത്ഥികളുണ്ട് നമുക്കിടയിൽ. വിജയികളെ ആദരിക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി തിരക്കുകയും സന്ദർഭോചിതമായി ഇത്തരം കൈവശമുള്ള പണങ്ങൾ ഇതേ രീതിയിലൊക്കെ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും രാജ്യത്തിനും സമൂഹത്തിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ.